തേവലക്കരയിലെ മിഥുന്റെ മരണത്തെ തുടർന്ന് നടത്തിയ പ്രസ്താവനയിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി ചിഞ്ചുറാണി. താൻ പറഞ്ഞ പ്രസ്താവന ഒഴിവാക്കാമായിരുന്നു. ലഹരിക്കെതിരായ ക്യാമ്പയിനിലാണ് താൻ പങ്കെടുത്തത്. അതിനുശേഷമാണ് അപകടത്തെപ്പറ്റി അറിഞ്ഞതെന്നും ചിഞ്ചുറാണി പറഞ്ഞു. മിഥുന്റെ മമ്മിയാണ് ഇപ്പോൾ കണ്ടത്. അവർ വളരെ ദുഃഖാവസ്ഥയിൽ കഴിയുകയാണ്. ഓമനിച്ച് വളർത്തിയ ഒരു കുഞ്ഞാണ്. കുഞ്ഞിൻ്റെ അമ്മ വിദേശത്താണെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. വിദ്യാഭ്യാസ വകുപ്പ് എൻക്വയറി ഉൾപ്പെടെ പ്രഖ്യാപിച്ചെന്ന് എനിക്ക് തോന്നുന്നു. അവരതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുന്ന ദിവസം കൂടിയാണ്. അപ്പോൾ ആ റിപ്പോർട്ടും കൂടെ വന്നു കഴിഞ്ഞാൽ എന്താ നടപടി എടുക്കണമെന്നുള്ളത് ഗവൺമെൻറ് നിശ്ചയിക്കും. മുഖ്യമന്ത്രി ഞങ്ങൾ ഒരുമിച്ച് മന്ത്രിമാരും ഇരുന്നുകൊണ്ട് അതിനുള്ള എന്തൊക്കെ നമുക്ക് ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും, KCBയുടെ വീഴ്ച എന്താണ്, സ്കൂളിൻ്റെ വീഴ്ച എന്താണ്, അതെല്ലാം നമ്മൾ പരിശോധിച്ചുകൊണ്ട് ഉചിതമായ നടപടി സ്വീകരിക്കുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. മിഥുന്റെ കുടുംബത്തിനോടൊപ്പം അവരുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയാകുക. ഈ അപകടത്തെക്കുറിച്ച് മന്ത്രി പറഞ്ഞൊരു പരാമർശം വേണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. കുട്ടി അതിന്റെ മുകളിലേക്ക് വലിഞ്ഞു കയറി എന്ന അത് ശരിയാണ്. അങ്ങനെ പറയരുതായിരുന്നു. പക്ഷെ കുഞ്ഞതിന്റെ മേളിൽ കയറി എന്നുള്ളത് സത്യമാണ്. അങ്ങനെ കയറി എന്നുള്ളത് പറഞ്ഞാൽ ഒരു വാക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ അത് നമ്മൾ സ്കൂളുകളിൽ ഇത്തരത്തിൽ അപകടകരമായ സാധനങ്ങൾ സൂക്ഷിക്കാതിരിക്കുക, അല്ലെ ഈ കോർണർ പോലെ മൂലയുള്ള അപകടം ഉണ്ടാക്കുന്ന സാധനങ്ങൾ പോലും ഇല്ലാതെ പല സ്കൂളുകളും ശ്രദ്ധിക്കുമ്പോൾ അത് കുട്ടികളാകുമ്പോൾ അങ്ങനെ പെരുമാറും എന്ന് ചിന്തിച്ചായിരുന്നില്ലേ പറയേണ്ടിയിരുന്നത്? അതിനുശേഷം അതെ കുട്ടികൾ ഒരു പക്ഷേ അത് ഞാൻ വന്നപ്പോൾ അവിടെ ഇത് നടക്കുകയാണ്. അപ്പം അതിനകത്ത് കയറി അവിടെ നിന്നു. അവരിൽ പങ്കാളികളായി. അത് നമ്മുടെ ലഹരിക്കെതിരായിട്ടുള്ളൊരു ക്യാമ്പയിനായിരുന്നു. നമ്മളതിന് കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല. കാരണം ലഹരിക്കെതിരായിട്ട് ഏറ്റവും കൂടുതൽ പങ്കാളികളാകേണ്ടത് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകളാണ്. അത് നാം മനസ്സിലാക്കണം. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന അമ്മമാരാണ്. എൻ്റെ വീട്ടിലായാലും എൻ്റെ മക്കളെ നമ്മൾ നോക്കിയില്ല എന്നുണ്ടെങ്കിൽ സൈഫുദ്ദീൻ ചേരുന്നുണ്ട്. സൈഫ്, ഖേദപ്രകടനം നടത്തുന്നു മന്ത്രി. പറഞ്ഞു പോയത് അത് വേണ്ടായിരുന്നു എന്ന് മന്ത്രിക്ക് തന്നെ ബോധ്യപ്പെടുന്നു. പക്ഷേ അതിലൊരു വിവാദം മന്ത്രി വി ശിവൻകുട്ടി തന്നെ അത് തള്ളിപ്പറയുന്ന, ചിഞ്ചുറാണി പറഞ്ഞതിലെ തെറ്റിനെ ചൂണ്ടിക്കാട്ടുന്ന ഒരു സാഹചര്യമൊക്കെ ഇന്ന് രാവിലെ നമ്മൾ കണ്ടതാണ്. മന്ത്രി എന്താണ് പ്രതികരിച്ചത്? ഇന്നലെ ഈ സംഭവം ഉണ്ടായതിന് പിന്നാലെയാണ് ചിഞ്ചുറാണിയിൽ നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായത്. കുട്ടി അവിടെ കയറിയത് കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന തരത്തിലായിരുന്നു ചിഞ്ചുറാണി പ്രതികരിച്ചത്. അത് വലിയ വിവാദമായി വരികയും വിദ്യാഭ്യാസ മന്ത്രി അടക്കമുള്ളവർ അതിനെ തള്ളിപ്പറയുകയും പൊതുസമൂഹത്തിന് മുന്നിൽ അത് മൊത്തത്തിൽ അതിന് വിമർശന വിധേയമാവുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ചിഞ്ചുറാണി തനിക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് സമ്മതിക്കുന്നത്. ഇന്ന് രാവിലെ മിഥുന്റെ വീട്ടിലുള്ള ആൾക്കാരെ, രക്ഷിതാക്കളെയും അച്ഛനെയും മറ്റു ബന്ധുക്കളെയും കാണാൻ വേണ്ടി രാവിലെ വീട്ടിലെത്തിച്ചേർന്നപ്പോഴാണ് അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തുന്നത്. തനിക്കത് ഒഴിവാക്കാമായിരുന്നു. അപകടം ഉണ്ടായ ഉടനെയാണ് ഈ സംഭവത്തെക്കുറിച്ച് താൻ അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത്. പക്ഷേ അത് ഒഴിവാക്കാമായിരുന്നു എന്ന് പറയുക വഴി തനിക്കതിനകത്തൊരു തെറ്റ് പറ്റിയിട്ടുണ്ട് എന്ന് മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നെയുള്ളത് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. സംസ്ഥാന സർക്കാർ ഈ കുടുംബത്തിനുള്ള ഏത് തരത്തിലുള്ള സഹായം ചെയ്യും തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. അടുത്ത മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിലേക്ക് ഈ വിഷയം എന്തായാലും വരുമെന്ന് പ്രതീക്ഷിക്കാം. ഇവിടെ രാവിലെ മുതൽ തന്നെ ഈ നാട്ടിലുള്ള വിവിധ ആൾക്കാർ ഈ വീട്ടിലേക്ക് എത്തിച്ചേരുന്നുണ്ട്. മറ്റ് രാഷ്ട്രീയ നേതാക്കന്മാർ ഉച്ചയോടുകൂടി എത്തിച്ചേരും എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ദുഃഖസാന്ദ്രമായ അവസ്ഥയാണ് ഈ വീട്ടിലുള്ളത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ധന്യ. ശരി.